ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവരാണ്, ഇനി മോണിറ്റൈസേഷൻ ആവാത്തവരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ എൻ്റെ ഫസ്റ്റ് ചാനലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൃഷി ലവേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അത് ഇപ്പോൾ മോണിറ്റൈസേഷനൊക്കെ അതിൻ്റെ ഡിസേബിളായി. അപ്പം പിന്നെ വേറെ കുറച്ച് പണികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ ഇപ്പം തൽക്കാലം വ്യൂസൊക്കെ കുറഞ്ഞ് ഫ്രീസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് ചാനൽ, ഈ ഒരു ചാനൽ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ തന്നെ ഞാൻ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് ചാനലിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ കാരണമാണ് എനിക്ക് ആ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു മൈക്കിലൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് വോയിസ് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയുക. അന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ട്രൈപോഡിൻ്റെ അതിലൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാനിത് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അകത്ത് അത്യാവശ്യം കറണ്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, സൂര്യൻ നന്നായിട്ട് ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലാണ് എൻ്റെ മുഖത്തോട്ട് അടിക്കുന്നത്. വേറെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു ജൂൺ 9-ന് 2 വർഷം ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചാനലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൃഷിയുടെ കണ്ടൻറ്റൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസോ പിന്നെ പാട്ട് പാടുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ചാനലായിരുന്നു. അപ്പോൾ ആ ചാനൽ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ആവുന്നതിന് മുന്നേ മോണിറ്റൈസേഷനൊക്കെ ആയി. എനിക്ക് ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലിനെ കുറിച്ചൊന്നും എനിക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മളിപ്പം എന്താ പറയുക, ഓരോന്നിങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഷോർട്ട് വീഡിയോസൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ അതിനകത്ത് ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് ആ ഒരു ചാനൽ മോട്ടിവേഷൻ ആക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നന്നായിട്ട് ഗ്രോ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസും കൂടെ ഒക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൃഷിയുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഔട്ട്സൈഡൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ചില വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പം ചാനൽ റീച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇഞ്ചി കൃഷിയുടെ എന്തോ ഒരു വീഡിയോ അങ്ങോട്ട് കയറി തുടങ്ങിയത്. അപ്പോൾ അതൊരു 2 ദിവസം കൊണ്ട് തന്നെയൊക്കെ ഒരു 10,000-ന് മുകളിൽ വ്യൂസൊക്കെ കയറി. അപ്പോൾ എനിക്ക് കുറേ വാച്ച് അവറൊക്കെ കയറി. അങ്ങനെ പിന്നെ ഞാൻ പിന്നീട് വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയി എടുത്തതാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ ചാനൽ. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ID വെരിഫിക്കേഷൻ ഉണ്ട്, അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്ത് ഒരു വീഡിയോ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നേ. ഒരു 70K, ഒരു 70,000 കൂടുതൽ വ്യൂസ് എനിക്ക് ആ ഒരു സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് ഈ $10 അങ്ങോട്ട് പെട്ടെന്ന് കയറി. പിന്നെ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. അപ്പം അതാണെങ്കിലും കുറച്ചൊരു ലാഗ് വന്നു. പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് ഡോളർ കയറിയിട്ട് കാര്യമില്ലല്ലോ, അത് 100 ആയാൽ മാത്രമല്ലേ നമുക്കത് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കാത്തിരുന്നു. അങ്ങനെ $100 കിട്ടി. അങ്ങനെ എനിക്ക് 1-2 തവണ ചെറിയ എമൗണ്ട്, ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $100 സംതിങ്, അതായത് ഒരു 9K സംതിങ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പേയ്മെൻറ്റ് ആണെങ്കിലും അതും കുറച്ചുകൂടെയൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഡോളറൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത പൂതി കൂടി. അതായത് കുറച്ചും കൂടെ കൂടുതൽ വ്യൂസ് കയറിയാൽ എനിക്ക് കുറച്ചും കൂടെ പേയ്മെൻറ്റ് കിട്ടുമല്ലോ എന്നൊരു അത്യാർത്തി എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയപ്പം നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്, ഈ ഗോസിപ്പ് വീഡിയോസിനൊക്കെയാണല്ലോ കൂടുതൽ എല്ലാവരും റീച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു സമയത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചിലതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കമൻട്രിയൊക്കെ കൊടുത്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്തു. പിന്നെ ചിലതൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തു വന്നു. പിന്നെ ഞാൻ നോക്കിയപ്പം കുറേ പ്രൊമോഷന്, മറ്റേ ഈ എമ്പുരാൻ മൂവിയൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ വിക്രമിൻ്റെ ഒരു തമിഴ് മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ഞാൻ നോക്കിയ സമയത്ത് എല്ലാവരും ഇപ്പം വലിയ ചാനൽ മാത്രമല്ല ചെറിയ ചാനലുകാർ വരെ അതിൻ്റെയൊക്കെ എടുത്തിട്ട് വീഡിയോസൊക്കെ അവരുടെയൊക്കെ ചാനലിൽ ഇട്ടേക്കുന്ന ഞാൻ കണ്ടു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രൊമോഷനായിട്ടുള്ളതാണ്. അപ്പം ഈ പണ്ട് ഈ മെയ്യഴകൻ മൂവി ഇറങ്ങിയ സമയത്താണെങ്കിലും ഈ അരവിന്ദ് സ്വാമി കാർത്തിയുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ എല്ലാ ചാനലും എടുത്തിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കണ്ടു, അത് ഫ്രീ ആണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അത് കണ്ടിട്ട് ഞാൻ ഇവരുടെയൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തിട്ട് എൻ്റെ ചാനലിനകത്തോട്ട് ഇട്ടു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വ്യൂസ് അങ്ങോട്ട് കയറാൻ തുടങ്ങി. അതായത് ഒരു 10K അല്ല സോറി, ഒരു 1K, ഒരു 1000 കൂടുതലൊക്കെ വ്യൂസ് കയറി തുടങ്ങി. ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിന് മുന്നേ ഞാൻ കൃഷിയുടെ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ ചാനൽ അങ്ങോട്ട് ഫ്രീസ് ആവാൻ തുടങ്ങി. അപ്പം എനിക്കും ഇപ്പം ഞാൻ കൃഷിയുടെ വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സമയത്ത് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വ്യൂസ് വളരെ കുറവായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. നമുക്കറിയാമല്ലോ കൃഷിയുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് മെനക്കേടുണ്ട്. നമുക്കത് ഇഷ്ടത്തോടാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് അത്. അപ്പോൾ അത് കാണുന്നവർക്ക് നമുക്ക് പല അഭിപ്രായങ്ങളും പറയാം. അതെന്താണ് അങ്ങനെ ചെയ്തത്, ഇതെന്താണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോലും ഭയങ്കര കാര്യമായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഈ ചെറുകിഴങ്ങിൻ്റെ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ, 2 രീതിയിൽ കൃഷി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6000 സംതിങ് ഒക്കെ വ്യൂസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഒരു 125 അത്രയൊക്കെ വ്യൂസ് ഉള്ളൂ. പിന്നെ കോവലിൻ്റെ കൃഷി അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു. അതെല്ലാം ഒരു എന്താ പറയുക 200-ന് താഴെയാണ് വ്യൂസ് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനപ്പോൾ കുറച്ചുകൂടെ വ്യൂസ് ഉള്ളത് ഇപ്പം നമ്മൾ സാധാ ഒരു ചാനൽ തുടങ്ങി ആരായാലും അങ്ങനെ ആഗ്രഹിക്കത്തില്ല കുറച്ചുകൂടെ വ്യൂസ് ഉള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാൻ അങ്ങനെ ഇവരുടെയൊക്കെ വീഡിയോസ് എല്ലാം കൂടെ എടുത്തിട്ടു. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി എൻ്റെ വ്യൂസ് കയറി, എനിക്ക് ഡോളറൊക്കെ അങ്ങോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ ആയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഡോളറൊക്കെ ആണെങ്കിലും ഒരു ദിവസം ഒരു 1 അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഡോളർ കയറിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ മറ്റേ മൂവിയുടെയൊക്കെ, അതെനിക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല, കുറേ ചെറിയ ചാനലൊക്കെ ആണെങ്കിലും കുറേ മൂവിയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ക്ലിപ്സായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ടല്ല. പിന്നെ ചിലർ ഷോർട്ട് വീഡിയോയിലും അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ഈ നോട്ട്ബുക്ക് മൂവി ഉണ്ടല്ലോ, 2006 ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പടമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാനത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പം ഒരാൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെറിയ പാർട്സ് ആക്കിയിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഡ്യൂറേഷൻ കുറവാണ്, അതങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ കണ്ടൻറ് ഓണറിനെ നോക്കി. അപ്പം ഗൃഹലക്ഷ്മി അങ്ങനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ചാനൽ, അവർക്ക് എന്തെങ്കിലും ചാനലുണ്ടോ എന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താ പറയുക, ഈ നോട്ട്ബുക്ക് മൂവി എന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബിൽ കുറേ മൂവിയുടെ വീഡിയോസൊക്കെ ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വേറെ എവിടെയോ കിടന്നിട്ടുള്ള ഒരു മൂവി, ഈ നോട്ട്ബുക്ക് മൂവി എടുത്തിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് ആക്കിയിട്ടൊക്കെ ഞാൻ സംഭവം ഇട്ടു. അങ്ങനെ ഇട്ട് അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഒരു മൂവിയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ട് എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മൂവി പ്ലാൻ ചെയ്യുകയാണ് ഇടാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത് എങ്ങനെയാണ് ഇടുന്നത്, ചേച്ചി ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനൊരു ഒപ്പീനിയൻ അങ്ങ് ചെയ്തതാണ്. എനിക്കറിയാം ഇത് സ്ഥിരമല്ല, ഇതിനൊരു കോപ്പിറൈറ്റ് എന്തായാലും ഇതിൻ്റെ ഓണർ വേറെ ആയിരിക്കും. ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഞാൻ പറയല്ലേ, ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ മുന്നോട്ട് എന്തായാലും ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. നമുക്കിപ്പോൾ ഒരു തെറ്റ് വരികയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് തിരുത്താം, അങ്ങനെയുള്ള രീതിയിലാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഈ ഒരു മൂവി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത മൂവി പ്ലാൻ ചെയ്തു. അത് ഞാനൊന്നിട്ട് അൺലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അതിന് മറ്റേ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്. അതായത് ഓഡിയോ വിഷ്വൽ രണ്ടിനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് ഇതിനകത്തുനിന്ന് നല്ലൊരു പണി കിട്ടിയത്. ഒരു യമണ്ടൻ പണിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ചാനലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിലും പറയാമെന്നുള്ളത്. എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് എന്താണ് കിട്ടിയിട്ടുള്ള പണി, അതെങ്ങനെ എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്തു എന്നൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതൊരു എമണ്ടൻ പണി എനിക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ, യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ, ഈ നിവേദ അക്കപ്പറമ്പിൽ, പിന്നെ സാബു ടോക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അവരെയൊക്കെ ഞാനൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് ഇത് പ്രശ്നം ഇതാണ്, പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വരാതെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റെന്ന് ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ചാനലുകാരുടെ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാവും ഞാൻ കുറേ ഗോസിപ്പിൻ്റെ വീഡിയോസൊക്കെ അത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് റൺ ചെയ്ത് പോകുന്ന ചാനലിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. അധികം വലിയ പ്രശ്നമില്ല, നമുക്ക് ഇങ്ങോട്ട് കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ല എന്നൊരു വിശ്വാസമുള്ളവരുടെ ചാനലിൽ നിന്ന്. കാരണം ആ ഒരു സമയത്ത് അവരെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ അങ്ങോട്ട് ഭയങ്കര റീച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെയൊക്കെ ചാനലിൽ നിന്ന് അങ്ങോട്ട് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ട് ആദ്യമൊക്കെ ഞാൻ എൻ്റെ കമൻട്രി ഒക്കെ കൊടുക്കും, ഫോട്ടോസൊക്കെ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിലതൊക്കെ ഡയറക്റ്റായിട്ട് അങ്ങ് ഇടും, പിന്നെ ജസ്റ്റ് ഒരു റൈറ്റിങ് അത്രയൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇപ്പോൾ എന്നോട് പറഞ്ഞു ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, എന്തായാലും ഇത് വ്യൂസ് ഉണ്ട്, എനിക്ക് ഇത്രയും വ്യൂസ് കയറി ഇത് കളയാനായിട്ടൊരു മടി, കുറച്ച് കഴിയട്ടെ, എന്തായാലും അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ കുറച്ച് അംശങ്ങൾ അതിനകത്തുണ്ട്, അപ്പോൾ അതിനിയും നോക്കട്ടെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കളയാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മെയ് 1 ആയപ്പോൾ എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രോബ്ലം വന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് ആ മൂവിയുടെ നിന്ന് കിട്ടിയിട്ടുള്ള യമണ്ടൻ പണിയേക്കാളും എനിക്ക് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെഞ്ചിലോട്ട് ഒരാൾ വന്ന് ചവിട്ടുന്ന പോലുള്ളൊരു ഫീലിംഗ്, അതായത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പെട്ട പാടെ എനിക്കറിയാം. അതെല്ലാം ഒരു പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകുന്ന പോലെ. അതായത് അവർ പറയാണ് അപ്പീൽ വീഡിയോ ചെയ്യണം, നിങ്ങളുടെ ചാനലിൽ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടു, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പീൽ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയ് 7 ആകുമ്പോൾ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് ഈ പ്രശ്നം വരാതെ സൂക്ഷിക്കാൻ പറഞ്ഞതല്ലേ, അപ്പോൾ എന്തായാലും അപ്പീൽ വീഡിയോ ചെയ്തിട്ട് എന്തായാലും കാര്യമില്ല. പിന്നെ ആ ഒരു വീഡിയോസ് ഡിലീറ്റ് എന്താ പറയുക, പലരും പറയുന്നത് നമ്മൾ അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതെ വേണം അപ്പീൽ ചെയ്യാനെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിച്ച് പറയണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനലിൽ മൊത്തം എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണല്ലോ, അപ്പോൾ ഞാൻ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അപ്പീൽ ചെയ്തു. ഓരോ ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് മെനക്കെട്ടിരുന്ന് അപ്പീൽ വീഡിയോ ഒക്കെ പഠിച്ച് ഞാൻ അപ്പീൽ വീഡിയോ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഇട്ടു. അവരത് നോക്കി അതായത് മറ്റേതിൻ്റെ ഈ വീഡിയോസിൻ്റെ എല്ലാം ഡോളർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നല്ല എമൗണ്ട്, ഞാൻ വിചാരിച്ചതിലും നല്ലൊരു എമൗണ്ടൊക്കെ ഡോളർ കയറിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മറ്റേ പാത്രം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് കേട്ടോ, ആഡ്സെൻസിലോട്ട് വീഴാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, ദൈവമേ എൻ്റെ മോണിറ്റൈസേഷൻ ഒന്നും പറ്റരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു അപ്പീൽ വീഡിയോ ഇത് നിങ്ങളുടെ യൂട്യൂബിൽ പോളിസി വയലേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ ഡിമോണിറ്റൈസേഷൻ ആക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 7 എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്തതെന്നുള്ളത്. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ചാനലിൽ നിന്നുള്ള വീഡിയോസ് അതെടുത്ത് ഒരു ഫെയർ യൂസ് പോളിസി അനുസരിച്ചിട്ട് ചെയ്യാം. അതായത് കുറച്ച് ഭാഗങ്ങളായിട്ട്, അതും നമ്മൾ ഫുൾ സ്ക്രീനിലായിട്ട് കാണിക്കരുത്, അത് കുറച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ പോർഷനായിട്ടേ കാണിക്കാവൂ. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് ഞാൻ പറഞ്ഞില്ല, ഞാനത് ചെയ്ത് നോക്കി, പ്രശ്നം വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിനെ നന്നായിട്ട് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്ട്രിക്റ്റായിട്ട് അവർ നോക്കും. അവർ തരുന്ന പൈസ നമ്മൾ വീഡിയോസ് ഇടുന്നു, നമുക്ക് അവർ പേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിലാണോ ചെയ്തിട്ടുള്ളത്, നമ്മളിനി കള്ളത്തരങ്ങൾ കാണിച്ചാണോ ഇതൊക്കെ ചെയ്തതെന്ന് അവർ ശ്രദ്ധിക്കും. അവർ നമുക്ക് ഇത്രയും എമൗണ്ട് തരുമല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മാസം അവസാനം നമ്മുടെ ചാനൽ, അതായത് നമ്മുടെ ഇപ്പം ഒരു മാസം നമുക്ക് കിട്ടിയിട്ടുള്ള ഡോളർ നെക്സ്റ്റ് മന്തിലേക്ക് നമ്മുടെ ആഡ്സെൻസിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അവർ നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്യും. അന്നേരം ആ സമയത്ത് ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം അവർ റിവ്യൂ ചെയ്യും. അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പം അവർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മെയ് ആയപ്പോഴേക്കും അവർ ഈ ഒരു കാര്യങ്ങൾ തന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മോണിറ്റൈസേഷൻ ആക്കിയൊക്കെ എടുക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കാം, ചിലരുടെ പെട്ടെന്ന് എളുപ്പമാവും. പക്ഷേ ഇത് പോകാനായിട്ടാണെങ്കിലും പാടാണ്. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ മെയ് ജൂൺ ജൂലൈ ഒക്കെ എനിക്ക് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് കേട്ടോ എനിക്ക് വീണ്ടും ആ ഒരു ഫസ്റ്റ് ചാനലിലെ അപ്പീൽ വീഡിയോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ഫസ്റ്റ് ചാനലിൻ്റെ നമ്മൾ
ഈ 2 വർഷമായി എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ കുറച്ച് പേര് ആൾക്കാരൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അപ്പീൽ വീഡിയോ ചെയ്യുന്നത്, വീണ്ടും എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇനിയും അതായത് 90 ദിവസമാണ് നമ്മൾ ആദ്യത്തെ അപ്പീൽ വീഡിയോ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ അപ്പീൽ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ചാനലിലുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടാലും പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ ഫോണിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതിനകത്തോട്ട് അങ്ങനെയും കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഏകദേശം വാച്ച് അവറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയി, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവണമല്ലോ, എന്നിട്ട് വേണം നമ്മൾ അപ്പീൽ വീഡിയോ ഒക്കെ ചെയ്ത് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ 90 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവണം. എന്നിട്ട് നമ്മുടെ ചാനലിൽ വേറെ ഒരാളുടെയും വീഡിയോസും കാര്യങ്ങളും ഒന്നും പാടില്ല. നമ്മൾ ആ ഒരു സമയത്തെ അത് ഡിലീറ്റും ചെയ്ത് കളയാവും, അല്ലെങ്കിൽ നമ്മുടെ വാച്ച് അവർ പെട്ടെന്നങ്ങ് താഴോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. റിജക്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും 3 മാസം, വീണ്ടും റിജക്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും 3 മാസം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മോണിറ്റൈസേഷൻ കട്ടാക്കാതെ നോക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള വീഡിയോസ് തന്നെ ഇട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട്, ഫെയർ യൂസ് പോളിസിക്ക് അനുസരിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ചാനൽ, എനിക്ക് ആ ഒരു ചാനലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ ചാനലിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ നല്ല സ്ക്രീനൊക്കെ നമ്മൾ നല്ല വലിപ്പത്തിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്ന പോലെ തന്നെ അതെടുത്ത് അങ്ങോട്ട് ഇടുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. പിന്നെ അതുപോലെ നമ്മുടെ ലോങ് വീഡിയോസ് ഉണ്ടല്ലോ, ലോങ് വീഡിയോസിൻ്റെ അതേ വീഡിയോസൊക്കെ തന്നെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമല്ലോ, അതും നമ്മുടെ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വരും. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം ഷോർട്ട് വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ലോങ് വീഡിയോസ്, ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു കൃഷിയുടെ വീഡിയോ ചെയ്തു, ഇപ്പോൾ ഒരു പയർ കൃഷിയുടെ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അതേ വീഡിയോസ് തന്നെ ഞാൻ എടുത്തിടാതെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇടുക. സെയിം വീഡിയോ തന്നെ നമ്മൾ എടുത്ത് ഡയറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോയിലും ഇടാതിരിക്കുക. പിന്നെ എനിക്ക് ഒരു ഡൗട്ടാണ് കേട്ടോ, അപ്പോൾ ഈ തുടരും മൂവിയൊക്കെ ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ പുതിയ ചിത്രം, അതൊക്കെ കുറേ ഹിന്ദി ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരൊക്കെ ചെറിയ സ്ക്രീനാക്കിയിട്ടും കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. പക്ഷേ ഫുള്ള് ക്ലിപ്സൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. എഡ്യൂക്കേഷണൽ പരമായിട്ട് ചെയ്യുന്നതിന്, അതുപോലെ ഡോക്യുമെൻ്ററി അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്, അതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കാനായിട്ട് പെർമിഷൻ ഉണ്ട്. സ്ക്രീൻ വളരെ ചെറുതാക്കിയിട്ട് കാണിക്കുക. നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കമൻട്രി ഒക്കെ പറയുന്നതായിട്ടും ഒക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുക. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറെ ആരുടെങ്കിലും വീഡിയോസൊക്കെ ഇതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ മൂവിയുടെ വീഡിയോസൊക്കെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ റിവ്യൂ ഒക്കെ അതിൻ്റെ കൂടെ നമ്മൾ പറയുക. പിന്നെ അതുപോലെ ടെക് അനാലിസിസ്, അതിനൊക്കെ നമുക്ക് അങ്ങനെ ഈ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന്, അതായത് ന്യൂസ് റിപ്പോർട്ടിങ്, അതിനൊക്കെ ഇതിൻ്റെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫെയർ യൂസ് പോളിസി അനുസരിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീഡിയോസ്, മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും 100% ഗ്യാരണ്ടി തരുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ വീഡിയോസാണ്. നമ്മുടെ ഒരു വീഡിയോ മറ്റൊരാളുടെ കണ്ടൻറ് ഇട്ടിട്ട് അതൊരു 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് തരാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് തരാം. നമുക്ക് അവർക്ക് പേ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിജക്റ്റഡ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കോപ്പിറൈറ്റ് എങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ്, വീഡിയോസൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ അതുപോലെ നമ്മൾ കൂടുതലും നമ്മുടെ ക്യാമറയിൽ തന്നെ എടുക്കുന്ന വീഡിയോസും ഇമേജസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻട്രസ്റ്റിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എടുക്കുന്ന ഇമേജസ് ഒക്കെ ഉണ്ടല്ലോ, തംബ്നെയിൽ ഇട്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇമേജസൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ യൂട്യൂബ് മ്യൂസിക് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ലൈസൻസബിൾ ആയിട്ടുള്ള മ്യൂസിക്കും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അല്ലാത്തത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ലൈസൻസബിൾ ആണ്, അതായത് ആട്രിബ്യൂഷൻ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ ആ വീഡിയോസിൽ നിന്ന് അവർക്ക് നമ്മുടെ എമൗണ്ട്, അതായത് അവരുടെ എമൗണ്ട് അവർ അതിനകത്തുനിന്ന് വലിച്ചെടുക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത്. യൂസ്ഡ് കണ്ടന്റ് കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഈ വെബിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത്, അതൊക്കെ പോളിസി വയലേഷൻ ഉണ്ടാക്കും കേട്ടോ. അതായത് എനിക്കും പറ്റിയത് അതൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു ചാനലിലെ വീഡിയോസ് ഒന്നും തന്നെ എടുക്കരുത്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ പോയിന്റുകളും ക്ലിയർ ആക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നമ്മൾ ഷെയർ ചാറ്റ് അല്ലെങ്കിൽ വാട്സപ്പിൽ ഓരോരുത്തർ സ്റ്റാറ്റസ് ഇടുന്ന വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇത് നമ്മുടെ ചാനലിലൊന്ന് ഇട്ട് നോക്കിയാലോ എന്നൊക്കെ വെച്ചിട്ടിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്യൂബിൻ്റെ പോളിസിക്ക് വയലേഷൻ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവത്തില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു കൊടുങ്കാറ്റാന്ന് തോന്നുന്നു കേട്ടോ, നല്ലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്, മഴയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വെട്ടം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ ഇന്ന് ചെയ്ത ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർ അത് കട്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതിനുള്ള പണികളൊന്നും തന്നെ ചെയ്യരുത്. പിന്നെ മൂവി ക്ലിപ്സ് ഇട്ട്, അതായത് നോട്ട്ബുക്ക് മൂവി ഇട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പണികളെക്കുറിച്ച് ഞാൻ ബാക്കി വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.